The two circles in the picture cross each other at A and B. The points P and Q are the other end of the diameter through A. ചിത്രത്തിലെ രണ്ട് വൃത്തങ്ങൾ പരസ്പരം മുറിച്ചു കടക്കുന്ന സ്ഥാനങ്ങളാണ് എയും ബിയും. എയിലൂടെയുള്ള വ്യാസങ്ങളുടെ മറ്റേ അറ്റങ്ങളാണ് പിയും ക്യൂവും. ഒന്നാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈസ് ഓൺ എ ലൈൻ. പി ബി ക്യൂ എന്നീ ബിന്ദുക്കൾ ഒരേ വരയിലാണെന്ന് തെളിയിക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുമ്പ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ചിത്രത്തിലെ രണ്ട് വൃത്തങ്ങൾ പരസ്പരം മുറിച്ച് കടക്കുന്ന ബിന്ദുക്കളാണ് എയും ബി. അതായത് എയിലും ബിയിലും വെച്ചിട്ട് രണ്ട് സർക്കിളുകൾ കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എയും ബിയും എയിലൂടെയുള്ള വ്യാസങ്ങളുടെ മറ്റേ അറ്റങ്ങളാണ് പിയും ക്യൂ. അതായത് എ എന്ന് പറയുന്ന പോയിന്റ് എന്നൊരു വ്യാസം വരച്ച് നീല ത്രികോണത്തിൽ അത് പി എന്ന് പറയുന്ന പോയിന്റിൽ തട്ടുന്നു. അതേപോലെ വലിയ ത്രികോണത്തിന്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു വ്യാസം വരച്ചു, അത് ക്യൂ. ഇനി ഇവിടെ നമുക്ക് തെളിയിക്കാനുള്ളത് ഈ പി ബി ക്യൂ എന്ന് പറയുന്നത് ഒറ്റ ലൈനിലാണെന്ന് തെളിയിക്കണം. ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും തെളിയിക്കണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് പി ക്യൂ ഇസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ദി സർക്കിൾ ആൻഡ് ട്വൈസ് as long ഓഫ് ദി സൈഡ്. അതായത് ഈ രണ്ട് സർക്കിളുകളുടെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ മൂന്നാമത്തെ വശത്തിന് സമാന്തരാണെന്നും മൂന്നാമത്തെ വശത്തിന് പകുതിയാണെന്നും തെളിയിക്കണം. ഓക്കെ, പി ക്യൂ എന്ന വര വൃത്തങ്ങൾ യോജിപ്പിക്കുന്ന വരയ്ക്ക് സമാന്തരമാണെന്നും പി ക്യൂവിന്റെ നീളം ആ വരയുടെ നീളത്തിന്റെ 2 മടങ്ങാണെന്നും തെളിയിക്കണം. ഒന്നെങ്കിൽ പി ക്യൂ 2 മടങ്ങാണ്, അല്ലെങ്കിൽ മുകളിലത്തത് പകുതിയാണെന്ന് തെളിയിക്കും. ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഇതിന്റെ സൊല്യൂഷനാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇതേപോലെ ചിത്രങ്ങൾ വരച്ചു. അതായത് പി ബി ക്യൂനെ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈനും എയിൽ നിന്ന് ബിയിലോട്ട് ഒരു ലൈനും വരച്ചു. അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ രണ്ട് 90 ഡിഗ്രി വരുന്നുണ്ട്, കാരണം സെമി സർക്കിളിലെ കോണുകളായതുകൊണ്ട്. ആദ്യം നമുക്ക് പറയാം പി ബി ഏതാ, ഈ കോണ് 90 ഡിഗ്രി ആയിരിക്കും. കാരണം പി എ വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോണാണ് പി ബി എ. ഓക്കെ, പി എ അല്ലെങ്കിൽ എ പി വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോണ്. ഇനി നേരെ തിരിച്ച് ക്യൂ ബി എ, ഇതും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. കാരണം വലിയ ത്രികോണം അഥവാ എ ക്യൂ വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോണാണ് എന്ത്, ക്യൂ ബി എ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കോണുകൾ എന്തായിട്ട് കിട്ടി, 90 ആയിട്ട് കിട്ടി. ഇനി ഈ രണ്ട് കോണുകൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം. പി ബി എ പ്ലസ് ക്യൂ ബി എ അഥവാ 90 പ്ലസ് 90 180 കിട്ടും. 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്, നേർരേഖയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി പി ബി ക്യൂ ലൈസ് ഓൺ എ ലൈൻ. പി ബി ക്യൂ എന്നീ ബിന്ദുക്കൾ ഒരേ വരയിലാണ്. നമ്മളുടെ ഒന്നാമത്തെ ആൻസർ ആയി. ഇനി ഇതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് PQ is parallel to the line joining the centers of the circle and twice as long of this line. PQ എന്ന വര വൃത്തകേന്ദ്രങ്ങൾ യോജിപ്പിക്കുന്ന വരയ്ക്ക് സമാന്തരമാണെന്നും PQവിന്റെ നീളം ആ വരയുടെ നീളത്തിന്റെ 2 മടങ്ങാണെന്നും തെളിയിക്കുക. നമ്മളിവിടെ ചിത്രം വരച്ചിട്ടുണ്ട്. സെന്ററുകളെ എം എൻ എന്ന് പറയുന്ന രണ്ടതാക്കിയിട്ട് എടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നമുക്കൊരു കാര്യം കിട്ടും. എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ പി. എന്തുകൊണ്ടാണ് എം മിഡ് പോയിന്റ് ആയത്? എ പി ഡയമീറ്റർ ആണ്, വ്യാസാണ്. അപ്പൊ ഈ എം എന്ന് പറയുന്ന വൃത്തത്തിന്റെ കേന്ദ്രങ്ങൾ യോജിപ്പിക്കുന്ന ലൈനാണ് എം എന്ന് പറയുന്നത്. അപ്പൊ എം എന്ന് പറയുന്നത് ഈ നീല വൃത്തത്തിന്റെ മിഡ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ സെന്റർ ആണ്. അപ്പൊ എ പി എന്ന് പറയുന്ന വ്യാസത്തിന്റെ മിഡ് പോയിന്റ് ആവും അല്ലെ. അപ്പൊ എം എന്ന ബിന്ദു എ പിയുടെ മധ്യബിന്ദുവാണ്. ഇനി രണ്ടാമത്തെ എൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എ ക്യൂവിന്റെ മധ്യബിന്ദുവാണ്, അഥവാ എ ക്യൂ എന്ന വ്യാസത്തിന്റെ സെന്റർ ആണ് എൻ. എ ക്യൂ എന്ന വ്യാസത്തിന്റെ സെന്റർ ആണ് എൻ. അപ്പൊ എൻ എന്ന ബിന്ദു എ ക്യൂയുടെ മധ്യബിന്ദുവാണ്. ഇനി നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, 8ലോ 9ലോ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും മൂന്നാമത്തെ വശത്തിന്റെ പകുതിയുമായിരിക്കും. The line joining the midpoint of 2 sides of a triangle is parallel to its third side and half of the third side. ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും മൂന്നാമത്തെ വശത്തിന്റെ പകുതിയുമായിരിക്കും. അപ്പൊ ഇവിടെ എം എൻ എന്ന് പറയുന്ന മധ്യബിന്ദുക്കളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എ പി ക്യൂ എന്ന് പറയുന്ന ത്രികോണത്തിലെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച എം എൻ എന്ന വര പി ക്യൂവിന് സമാന്തരമായിരിക്കും. എം എൻ പാരലൽ ടു പി ക്യൂ. അതേപോലെ തന്നെ എം എൻ എന്ന് പറയുന്നത് പി ക്യൂവിന്റെ പകുതിയായിരിക്കും. എം എൻ ഈക്വൽ ടു പി ക്യൂ ബൈ 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, പി ക്യൂ ഈക്വൽ ടു 2mn. ഇതെല്ലാം നമുക്ക് തെളിയിക്കേണ്ടത്. എം എൻ എന്ന് പറയുന്നത് പി ക്യൂവിന്റെ പി ക്യൂ എന്ന് പറയുന്നത് എം എൻ്റെ 2 മടങ്ങാണ്.
പി ക്യു എന്ന് പറയുന്നത് എം എന്നിന്റെ 2 മടങ്ങാണ്.